ഞാൻ നേരത്തെ മേടിച്ച സൈക്കിളിൻ്റെ ഒരു ഡൈകാസ്റ്റ് മോഡൽ. അപ്പോൾ ഇതിൻ്റെ ഒരു 1:1 റേഷ്യോ ഉള്ള സൈക്കിളാണ് ഈ ഇരിക്കുന്നത്. ഇതാണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച നമ്മുടെ സൈക്കിൾ എന്ന് പറയുന്നത്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ ഇന്നൊരു പുതിയ പ്രൊഡക്റ്റുകൊണ്ടാണ് വന്നിട്ടുള്ളത്. ഒന്നുമല്ല, നമ്മുടെ സൈക്കിളാണ്. സോ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച, അതായത് ഇന്നലെ വൈകുന്നേരം മേടിച്ച ഒരു സൈക്കിളാണിത്. അപ്പോൾ നമ്മൾ എന്ത് മേടിച്ചാലും നിങ്ങളെ കാണിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. സാധാരണ നമ്മൾ ഡൈകാസ്റ്റ് വീഡിയോ ഒക്കെയാണ് ചെയ്യാറുള്ളത്. സോ സൈക്കിൾ എടുക്കാൻ പ്രചോദനമായ കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഈ കാണുന്ന കുടവയറാണ്. ഇങ്ങനെ ഓണത്തിന് മാവേലിയാക്കാൻ വേണം, അതുപോലെയാണ് വയറിരിക്കുന്നത്. സോ ഇപ്പോൾ രാവിലെ ഒരു 7:30 ആയിട്ടുണ്ട്. ഞാൻ രാവിലെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചാണ്. സോ നല്ല മഴയായതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല. സോ ഇതൊരു ഗിയർ സൈക്കിളാണ് വരുന്നത്. A1 എന്ന ബ്രാൻഡിൻ്റെ എക്കോ എന്ന് പറയുന്നൊരു മോഡലാണ് ഈ ഒരു വരുന്നത്. സോ പണ്ട് ഞാനൊരു 14 വർഷം മുമ്പാണ് സൈക്കിൾ ലാസ്റ്റായിട്ട് മേടിച്ചതും ചവിട്ടിയതൊക്കെ പത്രം ഇടാൻ വേണ്ടി. പിന്നെ ഇപ്പോഴാണ് ഇത് മേടിക്കുന്നത്. സോ ഇത് വരുന്നത് ഫ്രണ്ട് ഗിയറും റിയർ ഗിയറും ഒക്കെ ഉള്ളൊരു അടിപൊളി മോഡലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള വീൽ ബേസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പമൊക്കെ ഉള്ളൊരു മോഡലാണ് വരുന്നത്. സോ അപ്പോൾ ഞാനിന്ന് സൈക്കിൾ എങ്ങനെ ചവിട്ടണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി വന്നൊന്നുമല്ല, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഞാൻ പഠിപ്പിക്കാൻ വന്ന നിങ്ങളെല്ലാവരും കൂടെ എന്നെ എടുത്തിട്ട് ചവിട്ടുമെന്നറിയാം. സോ സൈക്കിളിൻ്റെ ചെറിയൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയാണ്, അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഈ ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ. സോ എനിക്കും അത്ര വലിയ പിടിയില്ലായിരുന്നു. അതിൻ്റെ സീറ്റൊക്കെ നല്ല കംഫർട്ടാണ് കേട്ടോ, നല്ല സോഫ്റ്റ് സീറ്റാണ്. സോ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് കാണും, അതായത് സൈക്ലിംഗ് ഒക്കെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ. സോ ഇതിന് ടോട്ടൽ വരുന്നത് 10 ഗിയറാണ് വരുന്നത്. ഫ്രണ്ടിലായിട്ട് വരുന്നത് 3 ഗിയറും റിയറിലായിട്ട് 7 ഗിയറുമാണ് വരുന്നത്. അതായത് നമ്മുടെ പൽചക്രം, പണ്ട് നമ്മൾ പറയാനുള്ള പൽചക്രം, അല്ലെങ്കിൽ ഈ ഒരു ചെയിൻ ഷിഫ്റ്റാണ് ഈ ചക്രം. ഇവിടെ വരുന്നത് 7 പീസും, അതായത് 1, 2, 3, 4, 5, 6, 7 എണ്ണം വരുന്നുണ്ട്. സോ ഇതിന് നമ്മൾ കാസറ്റ് എന്നാണ് പറയുന്നത്. സോ ഇവിടെ അതുപോലെ 3 എണ്ണം വരുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ എന്നെപ്പോലെ തന്നെ ഗിയർ ഷിഫ്റ്റിങ്ങിന് കൺഫ്യൂഷനുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ എടുക്കുന്നത് തന്നെ. സോ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 7 ഗിയറാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ടിൽ 7 ഗിയറുണ്ട്. റിയറിലാണ് ഈ ഒരു ഗിയർ വരുന്നത്, നമ്മുടെ റൈറ്റ് സൈഡിൽ വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ഫ്രണ്ടിലെ ഗിയറാണ്. ഇത് 3rd ഗിയറാണ് ഇതിനുള്ളത്. സോ ഇതിൻ്റെ ഗിയർ വർക്കിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3 ചക്രമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നതാണ്, അതായത് ഈ അടിയിൽ കിടക്കുന്നതാണ് ഫസ്റ്റ്. ഇപ്പോൾ ചെയിൻ കിടക്കുന്ന സെക്കൻഡ്, ഇതാണ് 3rd വരുന്നത്. പക്ഷേ റിയറിലേക്ക് വരുമ്പം ഇത് തിരിഞ്ഞാണ് വരുന്നത്. ഏറ്റവും ടോപ്പിലെ ഫസ്റ്റ്, പിന്നെ സെക്കൻഡ്, 3rd, 4th, 5th, 6th, 7 അങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്. സോ ഇവിടുത്തെ വലിയ പൽചക്രവും ഈ ഫ്രണ്ടിലെ വലിയ പൽചക്രം ഇട്ടുണ്ട്, ഒരിക്കലും നമ്മൾ ചവിട്ടരുത്. സോ ഇതിൻ്റെ ഈ വലിയ ചക്രത്തിലേക്ക് ഈ ചെയിൻ മാറുമ്പോൾ, ഇതിൻ്റെ ഇങ്ങോട്ട് മാറുമ്പോഴത്തേക്കും ചെയിനിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു പൊസിഷൻ മാറി ചെയിൻ ഇങ്ങനെ ചെരിയും. നമ്മളെപ്പോഴും ഇത് സ്ട്രെയിറ്റ് ഇട്ടേ ചവിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം, ചെയിൻ സ്ട്രെയിറ്റാണ് കിടക്കുന്നത്. സോ ഇതിങ്ങോട്ട് മാറുമ്പോഴത്തേക്കിനും, അതായത് വലിയ ചക്രത്തെ ഇട്ട് ഇങ്ങോട്ട് മാറുമ്പോഴത്തേക്കിനും എന്താ പറയുന്നത്, ഇതിൻ്റെ ഒരു സ്ട്രെയിറ്റായ ഇതങ്ങ് മാറും. അപ്പോൾ ചെയിൻ എന്തായാലും ഓൾറെഡി തെറ്റും. സോ ഇതിൻ്റെ സെക്കൻഡ് ഗിയറിൽ ഇടുമ്പോഴത്തേക്കിനും, അതായത് ഈ ഫ്രണ്ടിലെ ഇവിടെ വരുന്ന ഈ ഒരു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുമ്പോഴത്തേക്കും നമുക്കിവിടെ മാക്സിമം 5th വരെ പോകാൻ പറ്റും. അതായത് 1 to 5 വരെ നമുക്കിത് പോകാൻ പറ്റും. 7 അല്ലെങ്കിൽ 6 or 7 പോകുമ്പോഴത്തേക്കും നമ്മളിവിടെ മസ്റ്റായിട്ട് 3rd സ്വിച്ച് ചെയ്ത് അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ചെയിൻ മൊത്തത്തിൽ കുളവാകും. അതുപോലെ ഇതിൻ്റെ ഫസ്റ്റ് പോകുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ടിൽ ഫസ്റ്റ് തന്നെ പോകാൻ പറ്റും, സെക്കൻഡിലും പോകും, 3rd വരെ പോകാൻ പറ്റും. 4th വരുമ്പോഴത്തേക്കും നമ്മൾ മസ്റ്റായിട്ട് ഇവിടെ സെക്കൻഡ് ആക്കിയിരിക്കണം. ഇതിൻ്റെ 6 വരെ വരുന്നതാണ് ഫസ്റ്റിൽ കിടക്കുമ്പോഴത്തേക്കും. 6 വരെ ഇവിടെ വരേണ്ടതാണ് ഇപ്പം അവിടെ സെക്കൻഡ് കിടക്കുമ്പം, പക്ഷേ വരുന്നില്ല. എന്തോ ഒരു കാരണം കൊണ്ട് നമ്മളവിടെ 3rd പോയാലും 6 വരത്തുള്ളൂ. അതുപോലെ തന്നെ 7 ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കുറേ ദൂരം ചവിട്ടിയതിന്, 6 ഇട്ടിട്ട് കുറേ ദൂരം ചവിട്ടിയതിന് ശേഷം മാത്രമേ 7 സ്വിച്ച് ചെയ്യാൻ പാടുള്ളൂ. പടപടാന്ന് നമ്മൾ ബൈക്കൊക്കെ മാറുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക പെട്രോൾ വാഹനങ്ങളൊക്കെ മാറുന്ന പോലെ പടപടാന്ന് മാറിക്കഴിഞ്ഞാൽ ചെയിൻ അത് മാറി വരാനുള്ള സമയമെടുക്കും. കാരണം നമ്മൾ ചവിട്ടുന്ന അനുസരിച്ചാണ് ഇത് റൊട്ടേറ്റായി വരുന്നത്. അപ്പോൾ അതിനുള്ള സമയം എടുക്കും. അപ്പോഴത്തേക്കും ചെയിൻ തെറ്റാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡിലോട്ട് ഇടുവാണെങ്കിലും, എത്ര ഗിയർ ഡൗൺ ചെയ്ത് മാറ്റുവാണെന്ന് ഉണ്ടെങ്കിലും, ഒരു ഓട്ടോ പോയി അതാണ് കേട്ടത്. അപ്പോൾ നമ്മൾ എത്ര ഗിയർ മാറ്റുവാണെന്നുണ്ടെങ്കിലും ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് ചവിട്ടിയിട്ട് മാത്രമേ നമ്മൾ എന്താ പറയുക ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ കയറ്റമൊക്കെ വരുവാണെങ്കിൽ കയറ്റത്ത് കയറിയിട്ട് നിങ്ങൾ ചവിട്ടി അല്ലെങ്കിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യാതിരിക്കുക. അതൊരിക്കലും മാറാനും പോകുന്നില്ല, മാറിയാൽ തന്നെ മൊത്തത്തിൽ കുളമായിട്ടായിരിക്കും ഗിയർ കിടക്കുന്നത്. സോ നിങ്ങൾ കയറ്റം വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏത് ഗിയറെ പോകണം എന്നൊരു ഐഡിയ നിങ്ങൾക്കുണ്ടെങ്കിൽ. ഇപ്പം ഞാനിവിടെ കയറ്റത്തിലൊക്കെ പോകുന്നത് 1 ഇട്ടിട്ടാണ്, അതായത് ഏറ്റവും റിയറിൽ 1 ഇടും, ഇവിടെയും 1 ഇടും. അപ്പോഴേക്കും എനിക്ക് കുറച്ചുകൂടെ കാലിന് അത്ര സ്ട്രെയിൻ കൊടുക്കാതെ ചവിട്ടാൻ പറ്റുന്നത്. പിന്നെ സെക്കൻഡ് വരും, 3rd വരെയൊക്കെ ഞാൻ വരും കയറ്റത്തിലിട്ട് ചവിട്ടാൻ വേണ്ടി. പിന്നെ നോർമലായിട്ട് എന്താ പറയുന്നത് ഉള്ള ഇതിലായിട്ട് നമ്മുടെ സാധാ സൈക്കിളിൻ്റെ ഒരു വേഗതയിലുള്ളതാണ് 5, 6 എന്നൊക്കെ പറയുന്നത്. അതായത് പൽചക്രം മാറുന്ന അനുസരിച്ചാണ്. അവിടെ ചെറുതിട്ടിട്ട് നമ്മളിവിടെ വലുതിടുക എന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ഇത് തന്നെ വരും. സോ നമ്മളിവിടെ ഏറ്റവും 1 ഇട്ടിട്ട് ഇവിടെ ചെറുതിട്ടിട്ട് അവിടെ വലുതിടുവാണെങ്കിൽ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് ഇത് വരും. അതായത് ഇവിടെ 1 അവിടെ 1 ആണെങ്കിൽ സ്മൂത്തായിട്ട് വരും. ഇവിടെ
2ഉം അവിടെ ഒരു 5 ഒക്കെ ആണെങ്കിൽ നമ്മൾ അത്യാവശ്യം നമ്മുടെ സാധാ സൈക്കിളിൽ ഓട്ടുന്ന പോലെ. പിന്നെ 6ഉം 7ലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഇവിടെ 3rd മാറ്റി കൊടുക്കുക. സോ 3rd ആകുമ്പോഴത്തേക്കും നമ്മൾ നോർമലായിട്ട് എന്താ പറയുക ചവിട്ടുന്ന ഒരു സൈക്കിളിൻ്റെ ഒരു ഫീൽഡിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് എൻ്റെ സൈക്കിളിൻ്റെ വിശേഷവും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. സോ യൂഷ്വലി ഞാൻ ഡൈകാസ്റ്റ് വീഡിയോസൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യമായിട്ടൊരു പ്രൊഡക്റ്റ് മേടിച്ചാണ്. അതായത് 1:1 റേഷ്യോയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ചാനൽ തുടങ്ങിയതിന് ശേഷം മേടിച്ച ഒരു ഐറ്റമാണ്. നമ്മൾ സാധാരണ 1/24 സ്കെയിലുള്ള വണ്ടികളൊക്കെയാണ് മേടിക്കാറുള്ളത്. സോ ഇതൊരു 1:1 വരുന്ന പ്രൊഡക്റ്റാണ് നിങ്ങളെ കാണിക്കണം തോന്നി. അതുപോലെ ഈ ഗിയറൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവർക്കൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ചെറിയ ഗിയറെ പോകുമ്പോൾ, അതായത് ചെറിയ പൽച്ചക്രത്തെ പോകുമ്പോൾ റിയറിൽ വലിയ പൽച്ചക്രത്തെ പോവാം. റിയറിൽ ചെറുതയിലാണ് നിങ്ങൾ ഓടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ മാക്സിമം വലുതേ ഇടുക. ഇനി മിഡിലാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇവിടെയും മിഡിലാക്കുക. കയറ്റി ഇറക്കാൻ നിൽക്കാതിരിക്കുക. കാരണം ഈ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ചെയിൻ്റെ പൊസിഷൻ തെറ്റുന്നതനുസരിച്ച്, ഐ മീൻ ഇതിൻ്റെ ഒരു സ്ട്രെയിറ്റ് മാറുന്നതനുസരിച്ച് ചെയിൻ തെറ്റാൻ വളരെയധികം സാധ്യതയുണ്ട്. സോ അതുപോലെ തന്നെ ഇതിന് ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ബ്രേക്കൊക്കെയാണ്. എനിക്കൊന്ന് മഴയാണ്ടാണെന്ന് തോന്നുന്നു. ഇറക്കുമ്പോഴത്തേക്കും കുറച്ചൊരു പാടുണ്ട് നിൽക്കാനായിട്ട്. എന്നാലും കുഴപ്പമില്ല. ഫ്രണ്ട് ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്താൽ ചിലപ്പോൾ മുഞ്ഞിയും കുത്തി വീണാലോ എന്നോർത്താണ് ഞാൻ യൂസ് ചെയ്യാത്തത്. ആൻഡ് ഷോക്കാണെങ്കിൽ മേടിച്ച സമയത്ത് കുറച്ച് ഇറക്കാൻ പാടായിരുന്നു. ഇപ്പോൾ ഈ ഒരു പൊസിഷൻ വരെ ഇത് കുത്തുന്നുണ്ട്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത എന്താണ് വലിയ കട്ടറിലൊക്കെ ചാടിക്കഴിഞ്ഞാൽ എന്തായാലും നല്ല ഇടിക്കും. കാരണം ഇത് ബൈക്കോ കാര്യങ്ങളൊന്നുമല്ല, ഭയങ്കര ഓയിലി സസ്പെൻഷൻ കൊണ്ടുള്ള സംഭവമൊന്നുമല്ല. സോ അത്യാവശ്യം നല്ല ചെറിയ കട്ടറിലൊക്കെ നല്ല സ്മൂത്തായിട്ട് സാധനം പോകുന്നുണ്ട്. പിന്നെ എനിക്കിൻ്റെ സീറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സോഫ്റ്റ് സീറ്റാണ് വരുന്നത്. അതുപോലെ എനിക്കിൻ്റെ കളറും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു 14 വർഷം മുമ്പാണ് ഞാൻ സൈക്കിൾ എടുക്കുന്നത്. സോ അത്രയും വർഷം മുമ്പ് ചവിട്ടിയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഇരിക്കുമ്പോൾ ബൈക്കിൽ അത്യാവശ്യം നല്ല പെയിനുണ്ട്. പിന്നെ അത് ചവിട്ടി ശീലമായിക്കോളും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് സൈക്കിൾ ഇപ്പോൾ ചവിട്ടി ഇറക്കിയത്. ഇപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ പറയണം. അപ്പോൾ 5 കിലോമീറ്റർ രാവിലെ ചവിട്ടിയിടിങ്ങനെ നിൽക്കുകയാണ്. സോ ഇത് കുറയ്ക്കുക എന്നാണ് നമ്മുടെ പ്രൈമറി ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ നടക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞ മാസ്ഡ RX-7ൻ്റെ 1/24 സ്കെയിലിൽ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ വരുന്നതായിരിക്കും. സോ ആ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.